നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വൻ സൈനിക സന്നാഹവുമായി അമേരിക്കൻ പടക്കപ്പൽ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് വരുന്നു. അമേരിക്കൻ നാവികസേനയുടെ കരുത്തറ്റ ആക്രമണ കപ്പലായ USS ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്കുള്ള യാത്രയ്ക്കിടെ സിംഗപ്പൂരിന് സമീപമുള്ള മലാക്ക കടലിടുക്കിൽ എത്തിയതായി റിപ്പോർട്ടുകൾ. മാരിടൈം ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ചൊവ്വാഴ്ച രാവിലെയാണ് കപ്പൽ ഈ മേഖലയിൽ എത്തിയത്. കനത്ത കപ്പൽ ഗതാഗതമുള്ള സിംഗപ്പൂർ തീരത്ത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുവാനായി AIS ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്തുകൊണ്ടാണ് കപ്പലുകൾ നിലവിൽ സഞ്ചരിക്കുന്നത്. സാധാരണയായി നാവിക കപ്പലുകൾ ഇത്തരം ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്താണ് സഞ്ചരിക്കാറുള്ളത്. ഒക്കിനാവ ആസ്ഥാനമായുള്ള 31ാം മറൈൻ എക്സ്പെഡിഷണറി യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 2200 സൈനികരെയാണ് ട്രിപ്പോളി പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കുന്നതെന്നാണ് വിവരങ്ങൾ. പെന്റഗണിന്റെ പ്രത്യേക ഉത്തരവിനെ തുടർന്ന് ഈ ദ്രുതഗതിയിലുള്ള സേന വ്യസനിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോർമുസ് കടലിടുക്കിൽ സൈനിക നടപടിക്ക് USS തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ നീക്കം. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി നിലവിൽ തന്നെ ഏകദേശം 50,000-ത്തിലധികം അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് US വിവരങ്ങൾ. സൈനികരെ മിഡിൽ ഈസ്റ്റിൽ കൃത്യമായി എവിടെയാണ് വ്യസനിക്കേണ്ടത് എന്ന് അവരുടെ ദൗത്യം എന്താണെന്നോ അധികൃതർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഒഴിപ്പിക്കലുകൾ, കപ്പൽ മാർഗമുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ ദൗത്യങ്ങൾക്കായിട്ടാണ് സാധാരണയായി MEU ഉപയോഗിക്കാറുള്ളത്. കമാൻഡ്, ഗ്രൗണ്ട് കോമ്പാക്ട്, എയർ കോമ്പാക്ട്, ലോജിസ്റ്റിക്സ് എന്നീ 4 വിഭാഗങ്ങൾ അടങ്ങുന്ന ഈ യൂണിറ്റിലെ അംഗങ്ങൾക്ക് പ്രത്യേക ഓപ്പറേഷനുകൾക്കായി പരിശീലനം ലഭിച്ചിട്ടുണ്ട്. മാർച്ച് 11-നാണ് ഈ പടക്കപ്പൽ ഒക്കിനാവയിൽ നിന്നും യാത്ര തിരിച്ചത് എന്നാണ് ട്രാക്കിംഗ് വിവരങ്ങൾ കാണിക്കുന്നത്. ജപ്പാനിലെ സാസംബോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന USS ട്രിപ്പോളിക്ക് ഏകദേശം 850 അടി നീളവും 45,000 ടൺ ഭാരവുമുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ചെറിയ വിമാനവാഹിനി കപ്പലിന് തുല്യമായ സന്നാഹങ്ങളാണ് കപ്പലിൽ ഒരുക്കിയിരിക്കുന്നത്. അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈൻഡർ വിമാനങ്ങൾ, M-22 ഓസ്പ്രേ ട്രാൻസ്പോർട്ടറുകൾ, സൈനികരെ കരയിലേക്ക് എത്തിക്കുവാനുള്ള ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ എന്നിവ വഹിക്കുവാനുള്ള ശേഷി ഈ കപ്പലിനുണ്ട്. USS ന്യൂ ഓർലാൻഡ്സ്, USS സാൻഡിയാഗോ എന്നീ കപ്പലുകൾ ഉൾപ്പെടുന്ന ഒരു ആംഫിബിയസ് റെഡി ഗ്രൂപ്പിന്റെ പ്രധാന കപ്പലാണ് ട്രിപ്പോളി. നിലവിൽ ഈ കപ്പലുകൾ ട്രിപ്പോളിക്കൊപ്പമുണ്ടോ എന്ന കാര്യം മാരിടൈം ട്രാക്കിങ്ങിലൂടെ സൈറ്റുകൾക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.